ത്തിന്റെ തൊട്ടു പിന്നാലെ നമ്മോട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ ബഹുമാന്യനായ അബ്ദുസമദ് സമദാനി സാഹിബ് MP ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നിങ്ങളെ കാണാൻ കണ്ട് അഭിവാദ്യമർപ്പിക്കാൻ കടന്നു വരുന്നു. ബഹുമാന്യരായ ജനാധിപത്യ വിശ്വാസികളെ, ബഹുമാനപ്പെട്ട നമ്മുടെ പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയങ്കരനായ അബ്ദുസമദ് സമദാനി സാഹിബ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഈ വഴിത്താരയെ ധന്യമാക്കി കടന്നു വരികയാണ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം സാഹിബ്, മുസ്ലിം ലീഗ് പാർട്ടിയുടെ തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിന്റെ അഭിമന്യനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട CH മഹ്മൂദ് ഹാജി, കോൺഗ്രസ് പാർട്ടിയുടെ കരുത്തരായ നേതാക്കന്മാർ മോഹനേട്ടൻ വെന്നിയൂർ, VV അബു സാഹിബ് തുടങ്ങിയ നേതാക്കന്മാരെ അനുഗമിച്ച്, പനക്കൽ സിദ്ദീഖ് തുടങ്ങിയ നേതാക്കന്മാരെ അനുഗമിച്ച് നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ അബ്ദുസമദ് സമദാനി സാഹിബ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകെ ചമ്മാട് പട്ടണത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സയ്യിദ് കുത്തുബുസ്സമാന്റെ തിരുനോട്ടമുള്ള തിരൂരങ്ങാടിയുടെ പവിത്രമായ വലിയ പള്ളിയുടെ മുന്നിലിറങ്ങി ജനാധിപത്യ വിശ്വാസികളായ നേതാക്കന്മാരെ ഒപ്പം ചേർന്ന് അവരെ ചേർത്ത് പിടിച്ച് തുറന്ന വാഹനത്തിൽ കയറി നമ്മുടെ നേതാക്കന്മാരെ അനുഗമിച്ച് നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ ഇതാ നിങ്ങളെ കാണാൻ, ഇവിടെ കാത്തു നിൽക്കുന്ന നിങ്ങളെ കാണാൻ, നിങ്ങളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങാൻ, നിങ്ങളുടെ പ്രത്യാഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, ജനാധിപത്യ കേരളത്തിന്റെ അഭിമന്യനായ ജനനായകൻ ഇന്ത്യൻ പാർലമെന്റിൽ മതേതര ജനാധിപത്യ കേരളത്തിന്റെ അഭിമന്യനായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ വേണ്ടി നമ്മൾ നിയോഗിച്ചിട്ടുള്ള നായകൻ അബ്ദുസമദ് സമദാനി സാഹിബ് ഇതാ ജനാധിപത്യത്തിന്റെ പോർക്കളത്തിൽ പോരാട്ടം നടത്താൻ വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അടരാടാൻ വേണ്ടി, അത് പാർലമെന്റിനകത്തും പുറത്തും ഒരുപോലെ മിന്നി തിളങ്ങി പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രസംഗ വേദികളുടെ രാജകുമാരൻ ബഹുമാന്യനായ അബ്ദുസമദ് സമദാനി സാഹിബ്, പ്രിയമുള്ളവരെ, നിങ്ങളെ നേരിൽ കാണാൻ കണ്ട് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലം അത് ഈ UDF എന്ന സംഘശക്തിയുടെ പുന്നാപുരം കോട്ടയാണ്. അവിടെ വിള്ളലുണ്ടാക്കാനോ എതിർക്കാനോ ആരെയും അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഉജ്ജ്വലമായ ജനസഞ്ചയത്തിന്റെ മഹോത്സവങ്ങൾ നടക്കാൻ പോകുന്ന ദിനരാത്രങ്ങളിലെ ഒന്നാം ദിവസമായ ഇന്ന് ബഹുമാന്യനായ നമ്മുടെ സമദാനീത നിങ്ങളെ നേരിൽ കാണാൻ വേണ്ടി, നിങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രത്യാഭിവാദ്യങ്ങളും കൃത്യമായ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ആശീർവദിക്കുക, അഭിവാദ്യം ചെയ്യുക. മഹാനായ കുത്തുബുസ്സമാന്റെ തിരുമണ്ണിൽ നിന്ന് ആരംഭിച്ച് ഇതാ ചമ്മാട് പട്ടണത്തിന്റെ രാജപുളകമണിയിച്ച ഭീതികളെ ധന്യമാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടുത്തെ സ്വർണ്ണ വിദ്രുമ ചുണ്ടലക്കിക്കൊണ്ടൊരു പ്രഖ്യാപനം നടത്തി. ബഹുമാന്യനായ K സുധാകരനും VD സതീശനും അതിനോട് ആശീർവാദം പ്രഖ്യാപിച്ച് നമുക്കായി നിയോഗിച്ചിട്ടുള്ള ജനനായകനാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഇവിടെ ഈ പൊന്നാണിയുടെ ചരിത്ര ഭൂമികയിൽ UDF എന്ന അജയ്യമായ ഐക്യജനാധിപത്യ മുന്നണി എന്ന അജയ്യമായ സംഘശക്തിയിൽ അതിന്റെ ഉജ്ജ്വലനായ നായകനായി ഇങ്ങനെ പ്രകാശിക്കാൻ നമുക്കായി നിയുക്തനായിട്ടുള്ള, നമ്മുടെ ഭരണാധികാരിയാവാൻ നമുക്കായി നിയോഗിച്ചിട്ടുള്ള പ്രിയങ്കരനായ ജനനായകൻ അബ്ദുസമദ് സമദാനി ഇതാ ഈ വഴിധാര ധന്യമാക്കി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ പ്രിയങ്കരനായ നേതാക്കന്മാരെ അനുഗമിച്ച് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞങ്ങളുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് PMA സലാം സാഹിബ്, ബഹുമാന്യനായ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് CH മഹ്മൂദ് ഹാജി, ബഹുമാന്യരായ കോൺഗ്രസ് പാർട്ടിയുടെ ഉജ്ജ്വലരായ നേതാക്കൾ VV അബു സാഹിബ്, ബഹുമാന്യനായ മോഹനേട്ടൻ വെന്നിയൂർ തുടങ്ങിയ നേതാക്കന്മാരും നമ്മുടെ മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഘടക കക്ഷികളുടെയും ഒക്കെ നേതാക്കന്മാർ, പനക്കൻ സിദ്ദീഖ് അടക്കമുള്ള നേതാക്കന്മാരെ അനുഗമിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ ബഹുമാന്യനായ അബ്ദുസമദ് സമദാനി സാഹിബ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ചമ്മാട് പട്ടണത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ,
ഇവിടുന്ന് അങ്ങോട്ട് പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഓരോ നിമിഷവും UDFന്റെ പ്രവർത്തകർ ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ വസന്തോത്സവത്തിന്റെ കാലമിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിയത് നമ്മുടെ ചങ്കിലെ ചോരയായി നമ്മൾ കാത്തുകൊള്ളുന്ന നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ, നമ്മുടെ രാജകുമാരൻ, ബഹുമാന്യനായ UDFന്റെ സ്ഥാനാർത്ഥി അഭിവന്യനായ അബ്ദുൽ സമദ് സമദാനി സാഹിബ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബഹുമാന്യനായ നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ ജനനായകൻ അബ്ദുൽ സമദ് സമദാനി സാഹിബിനെ ഇന്നലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളിൽ നിന്നും മെമ്പർഷിപ്പ് നടത്തുകയാണ്. അതിനായി അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ ബഹുമാന്യനായ അബ്ദുൽ സമദ് സമദാനി സാഹിബ് നിങ്ങളെയൊക്കെ നേരിൽ കാണാൻ വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിച്ച് നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദാനി സാഹിബ് ചമ്മാട് പട്ടണത്തെ ലക്ഷ്യമാക്കി ഇതാ കടന്നു വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജാഥ ഇതാ പ്രയാണം കടന്നു വരികയാണ്. ബഹുമാന്യനായ നമ്മുടെ ചാത്തമ്പാടൻ ഹംസ മൗലവി ബഹുമാനായ സമദാനി സാഹിബിനെ ആരമണിയിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രയാണം ഇതാ മുന്നോട്ട് കടന്നു പോവുകയാണ്. ബഹുമാന്യനായ നമ്മുടെ സാരഥി അബ്ദുൽ സമദ് സമദാനി സാഹിബ്. ഹലോ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നും സഹപ്രവർത്തകനുമായ PMA സലാം ഒരുക്കിയിട്ടും മാസങ്ങൾക്ക് മുമ്പ് ഒരുക്കിയ പോലെ അത്രയും ജനനിബിഡമായി തിരൂരങ്ങാടി തെരുവിലൂടെ UDFന്റെ പ്രവർത്തകന്മാർ ചെമ്മാട്ട് അങ്ങാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള അത്യാവേശകരമായിട്ടുള്ള ഈ റോഡ് ഷോ പരിപാടിയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളെ, പ്രവർത്തകരായ സഹോദരന്മാർ, പ്രിയപ്പെട്ട അതുപോലെ തന്നെ CMP അടക്കം RSP അടക്കം എല്ലാ UDFലെ ഘടകകക്ഷികളുടെയും നേതാക്കളെ, പ്രവർത്തകരെ, സഹോദരന്മാരെ, നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. പത്തങ്ങൾ നമ്മുടെ അഭിവന്ദനായ നായകൻ പൊന്നാനി ലോക്സഭാ നിയോജക മണ്ഡലത്തിലേക്കുള്ള UDF സ്ഥാനാർത്ഥിയായി, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ഈ വിനീതന്റെ പേര് പ്രഖ്യാപിക്കുകയുണ്ടായത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുകയാണ്. കേന്ദ്രത്തിൽ എന്ത് നടക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. പാർലമെന്റിൽ നടക്കുന്ന പോരാട്ടവും നിങ്ങൾക്കറിയാം. ഇന്ത്യ രാജ്യത്തിന്റെ ദിശ നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാനിരിക്കുന്നത്. ഇന്ത്യയുടെ മതേതരത്വം, ഇന്ത്യയുടെ ഭരണഘടന മുമ്പൊരു കാലത്തുമില്ലാത്ത വിധം വെല്ലുവിളിക്കപ്പെടുകയാണ്. ഈ കേന്ദ്ര ഭരണം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൂടി തുടർന്നാൽ ഭാവിയിലുള്ള ഇന്ത്യ എന്താകുമെന്ന് പറയാൻ ഒരാൾക്കും സാധിക്കില്ല. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇതതിന്റെ അവസരമല്ല. പക്ഷേ അതിനെതിരെ പോരാടാൻ, പാർലമെന്റിനകത്തും പോരാടാൻ സാധിക്കുന്ന ഒരേ ഒരു സംവിധാനം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഇവിടെ മറ്റു ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം കൂട്ട് സംവിധാനമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ആ മുന്നണിയാണ് രാജ്യമാസകലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു മതേതര ചേരി രൂപപ്പെട്ടു വരികയാണ്. ആ മതേതര ചേരിയിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ.
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ആ മതേതര ചേരിയെ ശക്തിപ്പെടുത്താനുള്ള വോട്ടാണ്. അത് UDFനുള്ള വോട്ടാണ്. ഈ വിനീതനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 തവണ രാജ്യസഭയിലും ഇപ്പോൾ ലോക്സഭയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്നും നമ്മുടെ നാട്ടുകാർ ജയിപ്പിച്ചയച്ച ശേഷം പാർലമെന്റിൽ ഈ രാജ്യത്തിന്റെ അധികാര ദുർവാഴ്ചക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ 1 ഇഞ്ച് പോലും പിറകോട്ട് പോകാതെയും 1 നിമിഷവും പാഴാക്കാതെയും എന്നെപ്പോലുള്ളവർ നടത്തിയിട്ടുള്ള പോരാട്ടം എല്ലാവർക്കും അറിവുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കി കാണും, പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം. രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതിയിൽ നമ്മുടെ അവകാശങ്ങൾ, രാജ്യത്തിന്റെ ഭരണഘടന, അതിന്റെ മതേതരത്വം, വിശേഷിച്ചും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, ധ്വംസിക്കപ്പെടുന്ന ന്യൂനപക്ഷാവകാശങ്ങൾ, അതിനുവേണ്ടിയുള്ള പോരാട്ടം തുടരേണ്ടതുണ്ട്. അത് തുടരാനാണ് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഈ വിനീതനെ UDFന്റെ നേതൃത്വം, മുസ്ലിം ലീഗിന്റെ നേതൃത്വം, അഭിവന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടെ ഇങ്ങോട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ പങ്കാളികളാകണം. ഈ അങ്ങാടിയിൽ ദീർഘസമയം നിൽക്കാനോ ഇവിടെ സംസാരം നീട്ടിക്കൊണ്ടുപോകാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പൊന്നാനി നിയോജക മണ്ഡലം നമ്മുടെ നാടാണ്. ഞാനും ഈ നാട്ടുകാരനാണ്. ഈ മാത്രവുമല്ല, പൊന്നാനിയുടെ ഭാഗമായ കോട്ടക്കലിൽ MLA ആയി പ്രവർത്തിച്ച പരിചയവും എനിക്കുണ്ട്. പാർലമെന്റിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനവും നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രകടനത്തിൽ അണിചേർന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിക്കും. നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. വാഹനം ബ്ലോക്കായി നിൽക്കുകയാണ്. എല്ലാവരും വണ്ടികൾക്ക് കടന്നു പോകാനുള്ള അവസരം കൊടുക്കണം. ഹലോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗംഭീരമായ ക്യാമ്പയിന്റെ ആദ്യത്തെ ദിവസം ഇന്ന് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ MP അബ്ദുസ്സമദ് സമദാനി സാഹിബ് തുടക്കം കുറിക്കുകയാണ്. ആരാണ് അബ്ദുസ്സമദ് സമദാനി എന്ന ചോദ്യത്തിന്റെ ഉത്തരം അബ്ദുസ്സമദ് സമദാനി എന്ന് തന്നെയാണ്. ഈ നാടിനറിയാം, ഈ മണ്ണിനറിയാം, ഈ ആകാശത്തിനറിയാം, ഈ അന്തരീക്ഷത്തിനറിയാം, നമ്മുടെ നിയമസഭക്കറിയാം, ഇന്ത്യയുടെ പാർലമെന്റിനറിയാം, നമ്മുടെ പള്ളിമുറ്റങ്ങൾക്കറിയാം, നമ്മുടെ ക്ഷേത്രമുറ്റങ്ങൾക്കറിയാം, നമ്മുടെ സാംസ്കാരിക സന്ദർഭങ്ങൾക്കറിയാം. നമ്മുടെ മനുഷ്യജീവിതത്തിന്റെ ബഹുസ്വരമായ സുന്ദരമായ വർണ്ണങ്ങളെപ്പോലെ കഴിഞ്ഞ മാറി മലപ്പുറം നിയോജക മണ്ഡലത്തിൽ വികസന സ്വപ്നങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രിയപ്പെട്ട സമദാനി സാഹിബ് പൊന്നാനി നിയോജക മണ്ഡലത്തിന്റെ വോട്ട് തേടുമ്പോൾ ഈ രാജ്യം ആഗ്രഹിക്കുന്ന മാറ്റത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ നല്ലവരായ നാട്ടുകാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങൾക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരങ്ങൾക്ക്, രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന്, ഇന്ത്യ മുന്നണി നടത്തുന്ന ഉജ്ജ്വലമായ തേരോട്ടത്തിന് ശക്തി പകരാൻ സമദാനി സാഹിബിന് വോട്ട് ചെയ്യുക എന്നതാണ്. സമദാനി സാഹിബിന് വോട്ട് ചെയ്യുന്നത്, കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നത് ഈ തിരൂരങ്ങാടിയുടെ മണ്ണ്, പൊന്നാനി നിയോജക മണ്ഡലത്തിന്റെ മണ്ണ് ആ പോരാട്ടത്തിന്റെ ഭാഗമായി മാറുകയാണ്. നമ്മൾ രാഹുലിനെ പിന്തുണക്കുകയാണ്, നമ്മൾ ഇന്ത്യ മുന്നണിയെ പിന്തുണക്കുകയാണ്, നമ്മൾ ഏക സിവിൽ കോഡിനെ പ്രതിരോധിക്കുകയാണ്, നമ്മൾ ബുൾഡോസർ രാജിനെ പ്രതിരോധിക്കുകയാണ്, നമ്മൾ ഗ്യാൻവാബി മസ്ജിദിന്റെ അങ്കണത്തിലേക്ക് വന്ന ബുൾഡോസറുകളെ തടുത്തു നിർത്താനുള്ള വലിയ പ്രതിരോധത്തിന്റെ ഭാഗമാവുകയാണ്. ഈ രാജ്യത്തെ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കാനുള്ള ഫാസിസ്റ്റുകളുടെ ആലോചനയെ തടുത്തു നിർത്തുകയാണ്. നമ്മുടെ ഭക്ഷണത്തെയും നമ്മുടെ വേഷത്തെയും നമ്മുടെ ചിന്തയെയും വരെ നിയന്ത്രിക്കുന്ന ഭരണകൂട ശക്തികളെ നമ്മൾ നിയന്ത്രിക്കുകയാണ്, നമ്മൾ പ്രതിരോധിക്കുകയാണ്. ആ ഗൗരവത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് കാണണമെന്ന് പറഞ്ഞ് അബ്ദുസ്സമദ് സമദാനി സാഹിബിനെ വൻ ഭൂരിപക്ഷത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അയക്കുന്ന പൊന്നാനിയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാകണം എന്ന് മാത്രം പറഞ്ഞ് ജയ് UDF, ജയ് സമദാനി സാഹിബ്.